ഹലോ എവരിവൺ, ഫിസിക്സ് ബോക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടന്റിലേക്ക് പോകാം. നമുക്ക് ഇന്ന് എടുക്കാൻ പോണ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്ന കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ഡൈപോൾ, ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ആക്സിൽ ലൈൻ ഓഫ് എ ഡൈപോൾ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ. അപ്പം ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ഡൈപോൾ, ഈ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ, ഓക്കെ, ഇതാണ് ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് എടുക്കുകയാണെങ്കിൽ അതിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ നിന്നിട്ട് ഇൻഫിനിറ്റിയിലേക്ക് അയക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെഗറ്റീവ് ചാർജിന്റെ വരയ്ക്കാം. നെഗറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ എപ്പോഴും ഇൻഫിനിറ്റിയിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ തന്നെ കാണിക്കുക, ഇൻഫിനിറ്റിയിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക്. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇപ്പൊ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ചാർജസിലെ രണ്ട് ചാർജാണ്, ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ചാർജസ് ആണ്, സെപ്പറേറ്റ് ബൈ സ്മോൾ ഡിസ്റ്റൻസിലാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് എന്ത് ചെയ്യുക, ഡൈപോളിന്റെ ഡയറക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് വേറെയാണ്, ഇലക്ട്രിക് ചാർജ് ആകുമ്പോൾ ചാർജിന്റെ ഡയറക്ഷൻ എവിടെ നിന്നാണ്? പോസിറ്റീവ് ചാർജ് നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക്. ഓക്കെ, അപ്പം പോസിറ്റീവ് ടു അതുപോലെ തന്നെ നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ചാർജിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ പറയാനുള്ളത്. ഓക്കെ, ഇവര് പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ആ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. ഓക്കെ, നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കാണ് എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയാം. പിന്നെ ഡൈപോളിന്റെ കേസ്, ഡൈപോൾ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രിക് ചാർജിന്റെ പറഞ്ഞ സമയത്ത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഈ ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാലോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ഡെറിവേഷൻസ് ആണ് പറയാൻ പോകുന്നത്. അതിലൊന്ന് ആക്സിൽ ലൈനിലുള്ള കേസും അതുപോലെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള കേസാണ്. അപ്പം ഇത് ഡെറിവേഷൻ ആണ്, അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മൾ ഫസ്റ്റ് ഡെറിവേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ആക്സിൽ ലൈൻ ഓഫ് എ ഡൈപോൾ, ഒരു ഡൈപോളിന്റെ ആക്സിൽ ലൈൻ എടുക്കുക. ആ ആക്സിൽ ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റിലെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോവാണ്. ഓക്കെ, ആ കാര്യമാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ഡൈപോൾ വരയ്ക്കാം. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ആക്സിൽ ലൈൻ ഓഫ് എ ഡൈപോൾ. ഓക്കെ, അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഡൈപോൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു ഡൈപോൾ വരച്ചു. ഒരു പ്ലസ് ക്യൂ ചാർജും ഒരു മൈനസ് ക്യൂ ചാർജും. ക്ലിയർ ആണല്ലോ? സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുക, 12 എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ ആക്സിൽ ലൈനിൽ ഞാൻ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതാണ് ആക്സിൽ ലൈൻ എങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഞാൻ പി എന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് ഇതിന്റെ ഡൈപോളിന്റെ സെന്റർ എങ്കിൽ ശ്രദ്ധിക്കുക, ഇതിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതല്ല ആക്സിൽ ലൈന്, ഈ ആക്സിൽ ലൈന് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റില്, അതായത് ഈ ഞാൻ പറഞ്ഞ ഡൈപോൾ ആണല്ലേ, ഡൈപോൾ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഓക്കെ, ഇതിന്റെ ഒരു ആക്സിൽ ലൈനിൽ പി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യണം. അതിന്റെ അർത്ഥം എന്താ, ഈ ഡൈപോളിന്റെ ഒരു ഫീൽഡിലാണ് എന്ത് ചെയ്യുക, പി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പി എന്ന പോയിന്റിൽ എന്ത് ചെയ്യാൻ ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുക, പി എന്ന പോയിന്റിൽ ഞാൻ ഒരു +1 കൂളം ചാർജ് കൊണ്ടുവെക്കണേ, +1 കൂളം ചാർജ് കൊണ്ടുവെക്കണം. ഓക്കെ, ഇനി നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ +q ചാർജ് ഇവിടെ ഉണ്ട്. ഈ +q ചാർജ് ഈ +1 കൂളം ചാർജിന് എന്താ ചെയ്യുക, റിപ്പൾഷൻ, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് q ചാർജ് ഈ +1 കൂളമിനെ ഇങ്ങോട്ട് വലിക്കുക ചെയ്യാം. അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ എന്താ പറയാ, E1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്താണ് ഇവിടേക്ക് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ E1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. E1 അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ E2 എന്ന് റെപ്രസെന്റ് ചെയ്തൂടെ. ഓക്കെ, E1 കിട്ടി, E2 കിട്ടി. ഓക്കെ, അതായത് +1 കൂളം ചാർജിനെ, അതായത് +q ചാർജ് എന്ത് ചെയ്യുക, റിപ്പൽ ചെയ്യാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 ആണ്. ഓക്കെ, നെഗറ്റീവ് q ചാർജിനെ ഈ +1 കൂൾ ചാർജിലേക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇങ്ങോട്ട് വലിക്കുക ചെയ്യുക. അപ്പൊ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാവുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറ്റും.
ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു അറിയാം ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നല്ലേ. ക്ലിയർ ആണോ? ഇത്ര കാര്യം നമുക്കറിയാം. ശ്രദ്ധിക്കുക, ഇത് ഡൈപോൾ ആണെങ്കിൽ ഡൈപോളിന്റെ സെന്ററിൽ നിന്നിട്ട് ഈ പി എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ആറിനായിട്ട് കണക്കാക്കാം. ഡൈപോളിന്റെ സെന്ററിൽ നിന്നിട്ട് അതുപോലെ തന്നെ പി എന്നുള്ള പോയിന്റിലേക്ക് ഡിസ്റ്റൻസിന് എന്ത് ചെയ്യാം, ആർ നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ -q ചാർജ് കൊണ്ട് ഈ പി എന്നുള്ള പോയിന്റിൽ ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതാൻ പറ്റും E1 ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഈ ആറ് കാണണമെങ്കിൽ അതായത് ഈ ഡൈപോളിന് സെന്ററിൽ നിന്നിട്ട് പി വരെ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ആർ എന്ന് പറയാം. ഓക്കെ, ഈ -q ചാർജ് ഉള്ളത്, ഈ -q ചാർജ് ഇല്ലേ, ഈ -q ചാർജ് അതായത് ഇപ്പോ സപ്പോസ് ശ്രദ്ധിക്കുക, ഈ ലെങ്തിനെ നമുക്ക് ഇവിടെ ഈ ലെങ്ത് എല്ലല്ലേ, ഓക്കെ ഇതെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഡൈപോളിന്റെ എന്ത് ചെയ്യുക, പി മുതൽ അതായത് -q മുതൽ പി വരെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ആറാണ് അല്ലെ. ഡൈപോൾ സെന്ററിൽ നിന്നിട്ട് പി വരെ ഡിസ്റ്റൻസ് ആറാണ്. അതിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, ഡൈപോളിന്റെ ആ സ്മോൾ ലെങ്ത് ഇല്ലേ, ഡൈപോളിന്റെ സെന്ററിൽ നിന്നിട്ട് -q വരെ ലെങ്ത് എന്ത് ചെയ്യുക, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ -q മുതൽ അതുപോലെ പി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് കിട്ടും. അങ്ങനെയാണ് q/r - l ദ ഹോൾ സ്ക്വയർ കിട്ടില്ല, q/r - l ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് എഴുതാലോ. അടുത്തത് എഴുതാം. ഓക്കെ, അപ്പൊ E2 എങ്ങനെ എഴുതാം, E2 ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ ഇതേമാതിരി ആർ സ്ക്വയർ അല്ലേ. ഓക്കെ, ഈ ആർ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക, ഈ +q ചാർജ് കൊണ്ട് പി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ E2 ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പി മുതൽ ഡൈപോൾ സെന്റർ വരെ ഡിസ്റ്റൻസ് ആറാണ്. ഓക്കെ, ഈ +q മുതൽ ഡൈപോളിന്റെ സെന്റർ വരെ ഡിസ്റ്റൻസ് ആണ് ശരിക്കും നമ്മളിവിടെ പറയുന്നത് L എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് r + l ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ആ രണ്ട് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. ശ്രദ്ധിക്കാം, ഇപ്പൊ സപ്പോസ് നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാണ്. ഇപ്പൊ 1/3 - 2 ഉണ്ട്, ഓർ 1/3 + 5 വിച്ച് ഈസ് ഗ്രേറ്റർ. ഏതാണ് ഇതിൽ വലുത്? അതായത് 1/3 - 2 എന്ന് പറഞ്ഞാൽ 1/1 അല്ലെ, 1/1 അത് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, 1/3 + 5 എന്ന് പറഞ്ഞാൽ എത്ര? 3 + 5 എന്ന് പറഞ്ഞാൽ 3 + 2 കൊടുക്കാം. 3 + 2 ആകുമ്പോൾ 1/5 ആവും. ഇപ്പൊ ഇതിൽ വലുത് 1 ആണ്. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ സിമിലർലി നമുക്ക് പറയാം E1 ആണ് ഇവിടെ വലുത് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ E1 ഗ്രേറ്റർ ദാൻ E2 എന്ന് പറയാൻ പറ്റും. E1 ഗ്രേറ്റർ ദാൻ E2 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. E1 - E2 കണ്ടാൽ മതി. ക്ലിയർ അല്ലേ? E1 - E2 കണ്ടാൽ മതി. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യാം, ഈ കിട്ടിയ E1 നിന്ന് 2 കുറച്ചാൽ മതി. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം, ഈക്വൽ ടു 1/4πε0 ഇൻറ്റു q/r - l ദ ഹോൾ സ്ക്വയർ മൈനസ് 1/4πε0 q/r + l ദ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത പേജിൽ എഴുതാം. അപ്പൊ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കാനുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കോമൺ ആക്കി എടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതും കൂടി ഇവിടെ എഴുതാം. q/4πε0 ഒരുമിച്ച് എഴുതി, അതിന്റെ കൂടെ 1/r - l ദ ഹോൾ സ്ക്വയർ മൈനസ് 1/r + l ദ ഹോൾ സ്ക്വയർ. ആ രണ്ട് കാര്യങ്ങൾ എഴുതി. ഇനി ബാക്കി അടുത്ത പേജിലേക്കാണ്. ഓക്കെ, അടുത്ത പേജിലേക്കാണ്. അപ്പൊ എങ്ങനെയാണ്, q/4πε0 ഒരുമിച്ച് എഴുതി. ഓക്കെ, അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നമുക്ക് അവിടെ കൊടുത്തിരിക്കുക, അവിടെ എടുത്ത് ഒന്നുകൂടി എടുത്തേതാ. ഓക്കെ, അപ്പം എടുത്തത് 1/r - l ദ ഹോൾ സ്ക്വയർ മൈനസ് 1/r + l ദ ഹോൾ സ്ക്വയർ അല്ലെ, ഇങ്ങനെയല്ലേ ഉള്ളത്. ഓക്കെ, ഇത് നമുക്കുള്ളത് ഇപ്പൊ ഒരു a - b × a + b ഫോമിലാണ് ഡിനോമിനേറ്റർ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതിക്കൂടെ, q/4πε0
എപ്സിലോൺ 0. ഓക്കെ, മേലെ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ആർ പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ താഴെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ വിചാരിക്കാം, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി നമ്മൾ എഴുതാൻ പറ്റും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആർ മൈനസ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എൽ ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതിക്കൂടെ? ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, മേലത്തെ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, മേലുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ, ആ മേലെ ക്വാണ്ടിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ എഴുതാൻ പറ്റും, ക്യൂ ബൈ 4πε0 എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുണ്ടോ, എ സ്ക്വയർ പ്ലസ് 2ab അല്ലേ. അപ്പോൾ ഓക്കെ, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആർ സ്ക്വയർ എന്ന് പറയാൻ പറ്റും അല്ലേ. ആർ സ്ക്വയർ പ്ലസ് 2rl പ്ലസ് എൽ സ്ക്വയർ മൈനസ് ഓഫ് ആർ സ്ക്വയർ, ഒരു മിനിറ്റ്, ആർ സ്ക്വയർ മൈനസ് അല്ലേ, ആർ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഒരുമിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്, മേലത്തെ ക്വാണ്ടിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇതിൽ വെട്ടിപ്പോയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാലോ. ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, പിന്നെ ഇതെടുക്കാം, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ആർ സ്ക്വയർ ഉണ്ട്, വെട്ടിപ്പോയി കൂടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് എൽ സ്ക്വയർ ഉണ്ട്, ഇവിടെ എന്തൊരു മൈനസ് എൽ സ്ക്വയർ ഉണ്ട്, അത് രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞേ, ബാക്കിയുള്ള ക്വാണ്ടിറ്റി എന്ന് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു 2rl മൈനസ് 2r മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ്, അപ്പം 2rl പ്ലസ് 2rl അതായത് 4rl ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ കിട്ടിയല്ലോ. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഡൈപോൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത് 12. ഓക്കെ, ഈ ലെങ്ത് എല്ലാണ്, ഈ ലെങ്ത് എല്ലാണ്, പകുതിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാലോ, ഈ ഡൈപോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ലെങ്ത് വളരെ വളരെ ചെറുതാണെന്ന് വിചാരിക്കാം, ലെങ്ത് വളരെ വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലെങ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യാം, വളരെ ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ ആണോ? അതായത് നമുക്കിവിടെ പറയാൻ പറ്റും എൽ ലെസ് ദാൻ ആർ, എൽ വളരെ വളരെ ചെറുതാണ്. അപ്പൊ എന്ത് ചെയ്യാം, സോ ഇറ്റ് ഈസ് നെഗ്ലക്റ്റഡ്. ഓക്കെ, നമ്മൾ നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ബാക്കി അടുത്ത് വെച്ചിട്ട് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാം, ക്യൂ ബൈ 4πε0 ഇൻറ്റു 4rl ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും, ആർ സ്ക്വയർ ഇൻറ്റു ഹോൾ സ്ക്വയർ വരും. ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ r⁴ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ക്യൂ ബൈ 4πε0 4rl നമുക്ക് 2r ഇൻറ്റു 12 എഴുതിക്കൂടെ, ഡിവൈഡ് ബൈ r⁴. ഓക്കെ, നമുക്ക് ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ അറിയാം. ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു P ഈക്വൽ ടു Q ഇൻറ്റു 12 എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതിക്കൂടെ, ഇവിടെയുള്ള കിട്ടിയ ഈ ക്യൂവിനെയും 12നെയും ഒരുമിച്ച് എന്ത് ചെയ്യാം, ഡൈപോൾ മൊമെന്റ് P എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ 1/4πε0 നമുക്ക് എഴുതാൻ പറ്റും P ഇൻറ്റു 2r ഡിവൈഡഡ് ബൈ r⁴. ക്ലിയർ ആണല്ലോ? അത് ഇവിടെയുള്ള വെട്ടാനുള്ള കാര്യങ്ങളൊക്കെ വെട്ടിപ്പോവാം. ഈ ആറും ഇവിടെയുള്ള 4ഉം വെട്ടി കഴിഞ്ഞാൽ ഇവിടെ r³ ആയി. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടിയത്, 1/4πε0 2p ഡിവൈഡഡ് ബൈ r³. ഇതാണ് നമുക്ക് കിട്ടിയ ഈ നെറ്റ്, അതായത് ഈ ആക്സിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, ഈ ആക്സിൽ 1/4πε0 2p ബൈ r³. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ നേരത്തെ പറയാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഇവിടെ ഈ ഒരു ഡൈപോൾ പറയുമ്പോൾ ശ്രദ്ധിക്കാം, ഈ ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇവിടേക്കല്ലേ? ഓക്കെ, ഇങ്ങോട്ടാണ്. അതായത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ E1 ആണ് വരുന്നത്. അപ്പൊ E1ന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്, അവിടെ നിന്ന് P എന്നുള്ള പോയിന്റ് ടുവേർഡ്സ് ആണ് അല്ലെ, ഈ -Qന്റെ അടുത്തേക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം, ഡൈപോളിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, P യിൽ നിന്നിട്ട്
ഇവിടേക്കാണ്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇലക്ട്രിക് ഫീൽഡിനും ഡൈപോളിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യാം, സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡൈപോൾ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡും ഡൈപോളും എന്ത് ചെയ്യാം, സെയിം ഡയറക്ഷനിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ആക്സിൽ ലൈനിന്റെ ഒരു ഡെറിവേഷൻ. നിങ്ങൾ ഡെറിവേഷൻ ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതേപോലെ ഒരു ഡെറിവേഷൻ ആണ്. അപ്പം ഈ ഡെറിവേഷൻ കുറച്ച് ലാഗ് ആവും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബോറടി കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാവുന്നത് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ. ഒരു ഡൈപോളിന്റെ ഒരു ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കാണാം. ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകാലോ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഒരു ഡൈപോളിന്റെ ചാർജ് ആണ് +q ആൻഡ് -q ഉണ്ട്, സെപ്പറേറ്റ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് 2 അല്ലേ. ഓക്കെ, ഇനി ഞാൻ ഇക്വറ്റോറിയൽ പോയിന്റ്, ഇപ്പൊ ഡൈപോളിന്റെ മുകളിലായിട്ട് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റിൽ നിന്ന് ഡൈപോളിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതിനാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയാം. എന്താണ് ഇക്വറ്റോറിയൽ ലൈൻ? ഓക്കെ, ഈ സ്മോൾ ഡിസ്റ്റൻസിനാണ് R എന്ന് പറയും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ +q എന്ന പോയിന്റ് കൊണ്ട്, അതായത് ഈ ഇലക്ട്രിക് ഫീൽഡിലാണ് P എന്ന പോയിന്റ് കൊണ്ട് വെച്ചിരുന്നത്. ഓക്കെ, ഈ P എന്ന പോയിന്റ്, അതായത് +q എന്ന ചാർജ് കൊണ്ട് P എന്ന പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡും, അതുപോലെ തന്നെ -q എന്നുള്ള ചാർജ് കൊണ്ട് P എന്ന പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്, ഒരുമിച്ച് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരുമിച്ച് വരയ്ക്കും. ഓക്കെ, ഇവിടെയും എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ +q ചാർജ് കൊണ്ട് Q എന്ന പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ഇതിന് നമ്മൾ എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ E1 ആണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അമ്മ ഒന്ന് എടുത്ത് വലിച്ചൂരേ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, +q എന്ന ചാർജ് കൊണ്ട് P എന്ന പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വരയ്ക്കാലോ. ഇതാണ് E1. ഓക്കെ, E1. ഈ E1 നമ്മൾ രണ്ട് കമ്പോണന്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് കമ്പോണന്റിനെ നമ്മൾ E1 cos θ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് കമ്പോണന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് E1 sin θ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ -q ചാർജ് കൊണ്ട് P എന്ന പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യാം, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അതായത് ഈ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ +1 കൂളംബ് ആണുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ ആണ് അല്ലെ. ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡൈപോൾ വരയ്ക്കുകയാണ്. അപ്പൊ ഒരു ഡൈപോൾ ഉണ്ട്. ഓക്കെ, അതിന്റെ ചാർജ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, +q ഉണ്ട് -q ഉണ്ട്. ഇത് ലെങ്ത് 12 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇക്വറ്റോറിയൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റിനെ P നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ +q എന്ന ചാർജ് കൊണ്ട് P എന്ന പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് കാണണം. അതേപോലെ -q എന്ന ചാർജ് കൊണ്ട് P എന്ന പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഓക്കെ, കാണാലോ. ഈ P എന്ന പോയിന്റ് ഡൈപോളിന്റെ സെന്ററിലേക്കുള്ള ലെങ്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, R എന്ന് പറയാം. ക്ലിയർ ആണല്ലോ, R എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ +q എന്ന പോയിന്റ് കൊണ്ട് P എന്ന പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് കാണാണ്. അതിന്റെ ഡയറക്ഷൻ, അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, +1 കൂളം ചാർജ് കൊണ്ടൊക്കെയാണ്. ഓക്കെ, P എന്ന പോയിന്റ് +1 കൂളം ചാർജ് കൊണ്ടൊക്കെയാണ്. അപ്പൊ ഈ +q ചാർജ് +q ചാർജിന്റെ റിപ്പൾഷൻ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ക്ലിയർ ആണല്ലോ. E1 ഇതാണ് E1. ഓക്കെ, ഈ E1 നമ്മൾ രണ്ട് കമ്പോണന്റ് സ്പ്ലിറ്റ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ്. ഓക്കെ, ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് ഉണ്ടാകുന്ന കമ്പോണന്റ് E1 cos θ കമ്പോണന്റും മുകളിലേക്കുള്ള കമ്പോണന്റ് E2
സൈൻ തീറ്റ എന്നുള്ള കമ്പോണന്റ്. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാം, രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് E1 കണ്ടും E1 കോസ് തീറ്റ ആൻഡ് E2 സൈൻ തീറ്റ രണ്ടെണ്ണമായി സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി അതേമാതിരി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ +1 കൂളം ചാർജ് -q ചാർജ് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യുക. അതായത് പ്ലസ് ചാർജ് മൈനസ് ചാർജിന്റെ അട്രാക്റ്റഡ് ആവുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല പറയാം, ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ഇങ്ങനെ ഉണ്ടാവാം, ഇവിടെ അങ്ങോട്ടേക്ക് ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് E2 എന്ന് പറയാം, E2. ഓക്കെ, ഇനി ഞാൻ E2നെ E1 ചെയ്ത മരത്തിനെ രണ്ട് കമ്പോണന്റ് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് ഉണ്ടാവുന്ന കമ്പോണന്റ് ഇവിടേക്ക് ഉണ്ടാവുന്ന കമ്പോണന്റ് എന്നാൽ E2 സൈൻ തീറ്റ ആൻഡ് ഇവിടേക്ക് ഉണ്ടാവുന്ന കമ്പോണന്റ് ഈ സെയിം ഡയറക്ഷനിൽ തന്നെ E2 കോസ് തീറ്റ. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഡയഗ്രം കംപ്ലീറ്റ് ആയിട്ട് ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എക്സ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ് എടുക്കാം. ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എൽ എടുക്കും, ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, എൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡയഗ്രം ആദ്യം കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഡയഗ്രം ഒന്ന് വേഗം കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ കാണുന്നത് വെച്ചാല് ശ്രദ്ധിക്കുക, 2-3 കാര്യങ്ങൾ പറയാണ്ട്. ഇവിടെ E2 സൈൻ തീറ്റ ആൻഡ് E1 സൈൻ തീറ്റ രണ്ടും എന്ത് ചെയ്യാം, ഇതാണ് E1 സൈൻ തീറ്റ ആണ്. ഓക്കെ, ഇത് E2 സൈൻ തീറ്റ ആണ്. അവ രണ്ട് ഈക്വലും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യും. അപ്പം E1 സൈൻ തീറ്റ ആൻഡ് E2 സൈൻ തീറ്റ എന്ത് ചെയ്യാം, ഈക്വൽ ആണ് ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാവ, സോ ക്യാൻസൽ ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ സോ ക്യാൻസൽ ഈച്ച് അതർ പറഞ്ഞൂടെ, ഈച്ച് അതർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണണം. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ അല്ലെ. കാരണം എന്താ, E1 കോസ് തീറ്റ ആൻഡ് E2 കോസ് തീറ്റ ഒരേ ഡയറക്ഷനിലാണ്. E1 കോസ് തീറ്റ ആൻഡ് E2 കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞൂടെ, ഓക്കെ, E1 കോസ് തീറ്റ ഈക്വൽ ടു E2 കോസ് തീറ്റ, അതായത് E1 ഈക്വൽ ടു E2 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത്ര കാര്യങ്ങൾ നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, എന്തായിരുന്നു, E is equal to 1/4πε0 Q divided by h square എഴുതി കൂടെ. ഓക്കെ, എല്ലാം E1 ഡയറക്ഷനിൽ ഒന്നാമത്തെ. ഇനി E2ന്റെ എഴുതി കൂടെ, E2ന്റെ വേറെ കളറിൽ എഴുതാം. ഓക്കെ, അപ്പം ഇനി E2 എഴുതി കഴിഞ്ഞാൽ E2ന്റെ അങ്ങനെ എഴുതാം, 1/4πε0 Q divided by h square. അതും എന്ത് ചെയ്യാം, സെയിം ആണ്. അപ്പൊ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 തമ്മിൽ ഈക്വൽ ആണ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് E1 E2 സെയിം ഡയറക്ഷനിലാണ്. അതായത് E1 കോസ് തീറ്റ ആൻഡ് E2 കോസ് തീറ്റ സെയിം ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അത് E1 E2 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കോട്ടെ, E1 E2 ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എഴുതിക്കോട്ടെ, ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ എഴുതിക്കൂടെ. അങ്ങനെയാണെങ്കിൽ E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ, അതായത് E1 E2 ഈക്വൽ ആണ്. E1 ഈക്വൽ ടു E2 ആണ്. അങ്ങനെയാണെങ്കിൽ 2E1 കോസ് തീറ്റ എഴുതിക്കൂടെ, എഴുതാലോ, എഴുതാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ E1ന്റെ സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം കണ്ടിച്ച് E1ന്റെ ഇക്വേഷൻ പുട്ട് ചെയ്യാം, കൊടുക്കാം. 2 × 1/4πε0 Q divided by h square into cos theta. ശ്രദ്ധിക്കുക, ഈ ഡയഗ്രത്തിലേക്ക് പോവാം. കോസ് തീറ്റ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് ചെയ്യാം, നമുക്ക് തീറ്റ എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാം, തീറ്റ എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇവിടുന്ന് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലെ. അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ത്രൂ E1 എന്നുള്ള ഒരു കമ്പോണന്റ് നമ്മൾ എടുക്കാം. ഓക്കെ, അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ L ആണ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ X ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും L/H എടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? L/H. അപ്പൊ നമ്മൾ ഇതിനെ ഒരുമിച്ച് ചെയ്താലോ, 2 × ഈ ഒരു മിനിറ്റ് ശ്രദ്ധിക്കാം, നമുക്കറിയാം P = Q × 12 എഴുതാൻ പറ്റും. എപ്പോഴും P = Q × 12. അപ്പൊ ഇവിടെ Q × 12 ഇവിടെ ഉണ്ട്. അപ്പൊ എന്റെ P എടുത്തൂടെ. ഓക്കെ, അപ്പം 1/4πε0 P/h³ എഴുതാം. ഓക്കെ, അതായത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ 1/4πε0 P/s³. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഈ എച്ചിനെ R മെൽറ്റ് ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പം h in terms of
എക്സ് ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് എൽ. ഓക്കെ, അപ്പൊ നമ്മൾ ട്രയാങ്കിൾ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡയഗ്രം നോക്കുന്ന സമയത്ത് നമുക്ക് കർണൽ സ്ക്വയർ ഇസ് ഫാദർ സ്ക്വയർ പ്ലസ് ലെംബർ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എക്സ് ആണ്. അതുപോലെ തന്നെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ എൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ എഴുതാം പൈതഗോറസ് ലോ പ്രകാരം നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ ഈസ് ഇക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിനെ എങ്ങനെ കാണാം? ഓക്കെ, എക്സ് കണ്ടെത്തുന്ന എക്സ് ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ അല്ലേ? അതിനെങ്ങനെ ആയിരിക്കൂടെ? 1/2. ഓക്കെ, ഇനി അതിന്റെ എക്സ് ക്യൂബ് കണ്ടോ? ഇതിന്റെ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ക്ലിയർ അല്ല? അപ്പൊ എക്സ് ക്യൂബ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, എക്സ് ക്യൂബ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഓൾ റേസ് 3/2. ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം കിട്ടിയ എക്സ് ക്യൂബിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? ഓക്കെ, ഇവിടെ കൊടുക്കുക. ഈ നെറ്റ് എന്ന് പറയുന്നത് എഴുതാം, വേറെ കളറിൽ എഴുതാം. 1/4πε0 പി ബൈ എക്സ് ക്യൂബിന് സ്ഥാനത്ത് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. നേരത്തെ പറഞ്ഞ തന്നെ ഈ ഡൈപോൾ ലെങ്ത് വളരെ വളരെ ചെറുതാണ്. അങ്ങനെയാണ് ആ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അതായത് നമുക്ക് വരാൻ പറ്റും എൽ ലെസ് ദാൻ ആർ ആണെങ്കിൽ സോ ഇറ്റ് ഈസ് നെഗ്ലക്റ്റഡ്. എൽ വളരെ വളരെ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ നെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഈക്വൽ ടു 1/4πε0 പി ബൈ ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഓക്കെ, അപ്പൊ ഈ ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എ റേസ് ടു എം ഓൾ റേസ് ടു എന്നുള്ള ഫോർമുലയാണ്. അതായത് എ റേസ് ടു എം ഓൾ റേസ് ടു എന്നിന് നമ്മൾ എഴുതാം എ റേസ് ടു എം എന്ന് എഴുതാം. അങ്ങനെ ആകുമ്പം ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്ന് എഴുതാം. ആർ സ്ക്വയർ ഇൻറ്റു 3/2. 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആർ ക്യൂബ് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ആ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ നെറ്റ് എന്ന് പറയുന്നത് 1/4πε0 പി ബൈ ആർ ക്യൂബ് കിട്ടി. ഓക്കെ, പി ബൈ ആർ ക്യൂബ് കിട്ടി. ഓക്കെ, ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എലോങ് ഏത് ഡയറക്ഷനിലാണുള്ളത്? എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇക്വിറ്റോറിയൽ പ്ലെയിനിലാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഈ ഇക്വിറ്റോറിയൽ ഈക്വൽ ടു 1/4πε0 പി ബൈ ആർ ക്യൂബ് എഴുതാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്, പി ബൈ ആർ ക്യൂബ് എഴുതാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കാം. ഇങ്ങനൊരു കാര്യം പറയണ്ടത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ശ്രദ്ധിക്കാം. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അതിന് ഡയഗ്രത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കാം, ഈ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കാണ്? ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ നെറ്റ്, അതായത് ഈ ഡയറക്ഷനിലേക്കാണ്. ക്ലിയർ ആണല്ലോ? പക്ഷെ ഡൈപോൾ ഡയറക്ഷൻ എവിടുന്നാണ്? ഡൈപോൾ ഡയറക്ഷൻ എപ്പോഴും ശ്രദ്ധിക്കാം ഈ നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ്. അതായത് ഡൈപോൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഡൈപോൾ ഡയറക്ഷൻ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇലക്ട്രിക് ഫീൽഡും ഡൈപോളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ എന്താ ഈ ഇക്വിറ്റോറിയൽ, അതായത് ഓക്കെ ഈ ഇക്വിറ്റോറിയൽ ഈക്വൽ ടു 1/4πε0 മൈനസ് പി ബൈ ആർ ക്യൂബ്. ഇതാണ് ഇക്വിറ്റോറിയലിലെ നമുക്ക് എന്ത് ചെയ്യാം കാണാനുള്ള ഇക്വേഷൻ. ഇക്വിറ്റോറിയലിലുള്ള ഒരു ഡൈപോൾ ഇക്വിറ്റോറിയലിൽ വെക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവ തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചാണ്. റിലേഷൻ ബിറ്റ്വീൻ ഈ ആക്സിൽ ആൻഡ് ഈ ഇക്വറ്റോറിയൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കാണാം. ഫസ്റ്റ് ഇക്വേഷൻ എന്തേനി? ഇലക്ട്രിക് ഫീൽഡ് ആക്സിൽ ലൈൻ എന്തേനി? 1/4πε0 2p ബൈ ആർ ക്യൂബ് ആണ്. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അടുത്ത ഇക്വേഷൻ എന്ത്? ഈ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ 1/4πε0 മൈനസ് പി ബൈ ആർ ക്യൂബ് ആണ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഡിവൈഡ് ചെയ്യാണ്. ആ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഓക്കെ,
ശ്രദ്ധിക്കുക, ഇവിടെ വെട്ടിപ്പോളെ 1/4 എപ്സിലോൺ 0 ഉണ്ട്, 1/4 എപ്സിലോൺ 0 ഉണ്ട്, അത് വെട്ടിപ്പോലെ. ഓക്കെ, ഇവിടെ p/r³ ഉണ്ട്, ഇവിടെ ഒരു p/r³ ഉണ്ട്. അപ്പൊ താഴെ ഒരു മൈനസ് ഉണ്ട് അല്ലെ, അപ്പൊ മേലോട്ട് പോകുമ്പോൾ -2 വരും. ഓക്കെ, അപ്പൊ എന്താ ഈ ആക്സിയൽ ബൈ ഈ ഇക്വിറ്റോറിയൽ എന്ന് പറയുന്നത് -2 എന്നാണ്. അതായത് ഈ ആക്സിയൽ ബൈ ഈ ഇക്വിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ -2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിയൽ എന്ന് പറയുന്നത് ഈക്വൽ ടു -2 ഈ ഇക്വിറ്റോറിയൽ എന്നാണ് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, കിട്ടി. ഇതാണ് ഈ ആക്സിലും ഈ ഇക്വിറ്റോറിയലും തമ്മിലുള്ള റിലേഷൻ. ഇനി നമ്മളിപ്പോ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. അതിൽ ഈ ആക്സിലും ഈ ഇലക്ട്രിഫൈഡ് ആയാലും ഈ ആക്സിൽ ലൈന്, ഈ ഇക്വിറ്റോറിയൽ ലൈന്, അതുപോലെ തന്നെ ഈ തമ്മിലുള്ള റിലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.